ഇത് സമീറിന്റെ വീടല്ലേ? അത് ബാങ്കിൽ നിന്നായിരുന്നു. അത് ഞങ്ങക്ക് ആ ബാങ്കിന്റെ ആവശ്യമായിട്ടുള്ള വീഡിയോ എടുക്കണം. ഇങ്ങനെ വീട്ടിൽ വന്നെന്നുള്ള തെളിവിന് വേണ്ടിട്ട് ഒരു പൈസ എടുത്തിട്ട് അടവ് മുടങ്ങിയിട്ടുണ്ടല്ലോ സമീറിന്റെ. ആ എന്നോട് പറഞ്ഞിട്ടില്ല. 1 ലക്ഷം രൂപ എടുത്തത്. പക്ഷെ ഇതൊരു അടവ് വന്നിട്ടില്ല. അതിപ്പോ ഞങ്ങൾ ഇവിടെ ഇല്ല. ഞാൻ വിളിച്ചോട്ടെ. ഒന്ന് വിളിച്ചോ. ഇപ്പൊ എന്നാ ചെയ്യുക? ഞങ്ങൾക്കിപ്പോ അടയ്ക്കണം 1 ലക്ഷം രൂപ. ഒരു അടവ് ഇതുവരെ എത്തിയിട്ടില്ല. അതിപ്പോ എനിക്കെന്നാ ചെയ്യാൻ പറ്റുക? ഞാൻ അറിയില്ലല്ലോ. 50,000 പെട്ടെന്ന് അടക്കണം എന്ന് പറഞ്ഞാല് നാളെ തന്നെ എന്തായാലും നിർബന്ധമായിട്ട് നാളെ തന്നെ അടക്കാം. എന്നെ കൊണ്ട് നോക്കാം. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോവും. നിങ്ങളെ ഹസ്ബൻഡിനെ ഒന്നുകൂടി വിളിച്ചു. ഇത്രയും വലിയ എമൗണ്ട് ആയോണ്ടാ? ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇല്ല, ഞാള് ഇപ്പൊ ഇവിടെ വരാൻ കാരണം വിളിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായി വിളിക്കുന്നത്. എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും വിളിക്കുമ്പോ അടുത്ത മാസം ക്ലിയർ ചെയ്യാന്ന് പറയും. ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. തെറ്റി പിന്നെ ഇങ്ങനെ പറയുമ്പോ അത് നിങ്ങൾക്കും പ്രശ്നം തന്നെ അല്ലേ? എന്താ ചെയ്യപ്പോ? നാളെ തന്നെ എങ്ങനെയും കൊണ്ടുവന്ന് അടയ്ക്കോ പൈസ? അതാ ഹസ്ബൻഡിനോട് ഇന്ന് വന്നാ പറയണം നാളെ തന്നെ നിർബന്ധമായിട്ട് ഒന്ന് ബാങ്കിൽ വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നോക്കാം. വിളിച്ചാലൊന്ന് ഫോൺ എടുക്കാൻ പറയണം. ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ക്ഷമയം മറികടന്ന ഇവിടെ എത്തി. നമ്മളെ ആവശ്യം കഴിഞ്ഞ പിന്നെ ഫോൺ എടുക്കുന്നില്ലല്ലോ. ശരിയാ, ഞാൻ പറയാം. പിന്നെ ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തായിരുന്നു? എത്രാമത്തെയാ? 11. ഹാപ്പി ആനിവേഴ്സറി. അത് ഉപ്പാന്റെ വക. ഇത് ഉപ്പാന്റെ വകയാണേ. വല്ലാത്തൊരു സർപ്രൈസ്. ടെൻഷനായി പോയാ? ഒരുപാട് ടെൻഷനായി. എനിക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്. നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. മറക്കൂലല്ലോ ഈ വെഡിങ് ആനിവേഴ്സറി 11ാമത്തെ. ഭർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ട് ഇപ്പൊ? ഒരുപാട് ഇഷ്ടം തോന്നുന്നു.